ഇവര് സന്ദീപ്, എന്റെ അമ്മായപ്പൻ ഇതേ കണക്ക് നമ്മുടെ തൃക്കാറ്റുള്ള അമ്പലത്തില് വെടിക്കെട്ടിന്റെ പരിപാടിയാണ്. പുള്ളി അമ്പലത്തിൽ ചെന്ന് വെടിക്കെട്ടിനകത്ത് സ്പാർക്ക് നടന്നപ്പോ അപകടം പറ്റി. നമ്മൾ ഡയറക്റ്റ് നേരെ ആദ്യം ലക്ഷർ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഡയറക്റ്റ് നമ്മൾ മെഡിക്കൽ സെന്ററിലേക്ക് പോന്നു. ഇവിടെ വന്നു നേരെ നമ്മള് കാഷ്വാലിറ്റിയിൽ ആദ്യം കയറി. അപ്പൊ പറഞ്ഞ 55% പൊള്ളലേറ്റിട്ടുണ്ട്, മാക്സിമം നോക്കാന്ന് പറഞ്ഞ് നേരെ ഐസിയുലേക്ക് കൊണ്ടുപോയി. കറക്റ്റ് ഒരു മാസം 30 ദിവസമായി നമ്മളിപ്പോൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇത് രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷകളില്ല. ഭാഗ്യത്തിന് ഡോക്ടർ അലക്സാണ്ടർ ആണ് നമ്മളെ നോക്കിയത്. പുള്ളിയുടെ എന്തോ ഇതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ നാളെ ബുധനാഴ്ച ഡിസ്ചാർജ് ആകുന്നതാണിത്. ഏറ്റവും നല്ലൊരു ആശുപത്രിയാണ് കേരളത്തിൽ തന്നെ പൊള്ളലേറ്റുന്ന ഏറ്റവും നല്ലൊരു ആശുപത്രിയാണിത്. വളരെ നന്ദി എല്ലാവർക്കും, സ്റ്റാഫുമാർക്കും ഇവിടെയുള്ള ഡോക്ടർമാർക്കും എല്ലാവർക്കും. പിന്നെ നമുക്ക് അലക്സാണ്ടർ പോയപ്പോൾ ജോബി എന്ന് പറഞ്ഞ സാറാണ് വന്നത്. സാറിനും വളരെ വളരെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. നേഴ്സുമാരാണെങ്കിലും നമുക്ക് പേഷ്യന്റിനോട് നല്ല സഹകരണമായിരുന്നു. ഡോക്ടർ അലക്സാണ്ടർ നമുക്ക് എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് കൗൺസിലിംഗ് കഴിഞ്ഞ് അന്നുള്ള വിവരങ്ങൾ നമുക്ക് റിപ്പോർട്ട് തരും. ഈവനിങ് 5 മണിക്ക് ഒരാളെ വിസിറ്റിംഗ് ടൈമിനും കാണിക്കും. പിറ്റേ ദിവസം നമ്മൾ അന്നന്ന് നേഴ്സുമാരാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ഓപ്പൺ ആയിട്ട് ഒന്നും മറച്ചു വെക്കുന്നില്ല. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വന്ന കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഡോക്ടർ നമ്മൾ ആ കണ്ടീഷൻ നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞു, ഇതാണ് ആളുടെ കണ്ടീഷൻ, നമ്മൾ മാക്സിമം നോക്കും, ട്രൈ ചെയ്യും, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന. പക്ഷേ നമുക്ക് വന്ന സ്ഥിതിയേക്കാൾ വളരെ 99% ഇപ്പൊ നമുക്ക് ആൾ റെഡിയായി വന്നു. നാളെ ഡിസ്ചാർജ് ആകും. വളരെ ഹാപ്പി ആയി നമ്മളെല്ലാവരും.